ഈസ്റ്റളേരി പഞ്ചായത്തിനെ മാലിന്യമുക്ത വലിച്ചെറിയൽ മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ ആൻഡ് ലേഡീസ് ടൈലറിംഗ്, KCB ഓഫീസിന് സമീപം, തിരുമേനി റോഡ്, ചെറുപുഴ. ഈസ്റ്റളേരി പഞ്ചായത്തിനെ മാലിന്യമുക്ത വലിച്ചെറിയൽ മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ പഞ്ചായത്തിലും മുഴുവൻ വാർഡുകളും ഇതിനോടകം തന്നെ വൃത്തിയാക്കി ശുചിത്വമുള്ളതാക്കി മാറ്റി നമ്മൾ ശുചിത്വ വാർഡുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മളിത് പറയുമ്പോൾ തന്നെ പലരുടെയും മുഖത്ത് ചെറിയ ചിരികളൊക്കെ കാണാം. നമ്മുടെ പഞ്ചായത്തിൻ്റെ ഉൾപ്രദേശങ്ങളിലൊക്കെ കടന്നു ചെന്നാൽ ഇനിയും നമ്മുടെ നോട്ടമെത്താത്തതും പരിഗണിക്കാൻ പറ്റാത്തതുമായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഭരണസമിതി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതും വരും ദിവസങ്ങളിൽ സൂക്ഷ്മ പരിശോധനകൾ നടത്തി പൂർണ്ണമായ രീതിയിലുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ ഭരണസമിതി നേതൃത്വത്തിൽ ശ്രമിക്കുമെന്ന് ആദ്യമായി ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ അംഗൻവാടി ടീച്ചർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഒക്കെ നേതൃത്വത്തിൽ ശുചിത്വ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഈസ്റ്റളേരി പഞ്ചായത്തിനെ മാലിന്യമുക്ത വലിച്ചെറിയൽ മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. മുക്കും മൂലയും നമ്മൾ പരമാവധി ശുചീകരിക്കുന്നതിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. എല്ലാ വാർഡുകളെയും നമ്മൾ ശുചിത്വ വാർഡുകളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥാപനങ്ങളെയും ശുചിത്വ സ്ഥാപനങ്ങളായിട്ട് പ്രഖ്യാപിച്ചു. കുടുംബശ്രീകളെ ശുചിത്വ കുടുംബശ്രീകളായിട്ട് പ്രഖ്യാപിച്ചു. അംഗനവാടികളെ അംഗനവാടികളായിട്ട് പ്രഖ്യാപിച്ചു. വ്യാപാര സ്ഥാപനങ്ങൾ അടക്കമുള്ളവർ ഈ പ്രക്രിയയുടെ ഭാഗമാക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് എന്തുകൊണ്ടും മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തിനുള്ള അർഹത നേടിയിട്ടുണ്ട്. ആയതിനാൽ ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്തിനെ വലിച്ചെറിയൽ മുക്ത മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ നമ്മളെ അന്തരീക്ഷം മലിനമാകുന്നു. വലിച്ചെറിഞ്ഞ് ജലാശയങ്ങളിലും പ്രകൃതിയിലും എത്തുമ്പോൾ നമ്മളെ പ്രകൃതി മോശമാകുന്നു, ജലാശയങ്ങൾ വിഷലിപ്തമാകുന്നു. ഈ മലിനമായ വായുവും മലിനമായ പ്രകൃതിയും മലിനമായ ജലവുമാണ് നമ്മൾ സ്വയം ഉപയോഗിക്കുന്നതും നമ്മുടെ വരും തലമുറയ്ക്കായി കരുതി വെക്കുന്നതും. ഈ ഒരു പ്രക്രിയ മനുഷ്യന്റെ എല്ലാ വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു എന്ന കണ്ടെത്തലിൽ നിന്നാണ് കേരളത്തെ മാലിന്യമുക്തമാക്കണം എന്നുള്ള ഒരു ആശയം രൂപപ്പെട്ടത്. അതിന്റെ ഭാഗമായി നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു. വീടുകളിൽ ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും വേർതിരിക്കണമെന്നും, ജൈവ മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കണമെന്നും, അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേന പോലെയുള്ള അംഗീകൃതവുമല്ലാത്ത ഏജൻസികളെ ഏൽപ്പിക്കണമെന്നും ഉള്ള നിർദ്ദേശം ബോധവൽക്കരണവും നാളുകളായി നടന്നു വരികയാണ്. അതോടൊപ്പം കഴിഞ്ഞ 2 വർഷക്കാലമായി കേരളത്തെ വലിച്ചെറിയ മുക്തവും മാലിന്യമുക്തവുമായി സംസ്ഥാനമായി മാറ്റുന്നതിനുള്ള കർമ്മ പദ്ധതികൾ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ അതിന്റെ താഴേക്കുള്ള വിവിധ ഏജൻസികൾ ഗ്രാമപഞ്ചായത്തും വാർഡ് കമ്മിറ്റികളും അടക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KK മോഹനൻ, മേഴ്സി മാണി, പഞ്ചായത്ത് സെക്രട്ടറി SN പ്രമോദ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. നമ്മുടെ കടകളിൽ നിന്നും കൊടുക്കുന്ന ഐസ്ക്രീം അല്ലെങ്കിൽ ഐസിന്റെ ട്യൂബുകൾ, അതുപോലെ തന്നെ ലൈസ് പോലുള്ള സാധനങ്ങൾ കുട്ടികൾ വാങ്ങിയാൽ അത് കൃത്യമായി എവിടെ നിക്ഷേപിക്കണം, അതിന്റെ വേസ്റ്റ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നാണ് എനിക്ക് വ്യാപാരി സുഹൃത്തുക്കളോട് പറയാനുള്ളത്. അങ്ങനെ പലപ്പോഴും കണ്ടുവരുന്ന പ്രവണത കടയിൽ നിന്ന് ഐസ്ക്രീം വാങ്ങും, അല്ലെങ്കിൽ നമ്മുടെ ലൈസ് പോലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങും. അത് വാങ്ങി എവിടെയാണോ തിന്നു തീരുന്നത് അവിടെ വലിച്ചെറിയുന്ന ഒരു പ്രവണതയാണ് നിലവിൽ നമ്മൾ കണ്ടുവരുന്നത്. അത് അവസാനിപ്പിക്കണമെങ്കിൽ തീർച്ചയായും എല്ലാ കച്ചവട സുഹൃത്തുക്കളോടും പറയാനുള്ളത് അവരവരുടെ കടയിൽ അത് നിക്ഷേപിക്കുന്നതിനാവശ്യമായ ബോക്സുകൾ സ്ഥാപിക്കണം. അതോടൊപ്പം തന്നെ പൊതുകിടങ്ങളിൽ പഞ്ചായത്ത് ബില്ലുകൾ സ്ഥാപിച്ചുകൊണ്ട് കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ കഴിക്കുന്ന അതിന്റെ വേസ്റ്റ് അവിടെ നിക്ഷേപിക്കാൻ വേണ്ടി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് മൂലം നേടാൻ വേണ്ടി കഴിയും. ഹരിത പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജയപ്രകാശിനെ ആദരിച്ചു. മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ സ്ഥാപനങ്ങളെ അനുമോദിക്കുകയും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. യോഗത്തിനു മുന്നോടിയായി ചിറ്റാരിക്കൽ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും വിളംബര ജാഥയും നടന്നു.
മൈ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ ആൻഡ് ലേഡീസ് ടൈലറിംഗ് KCB ഓഫീസിന് സമീപം തിരുമേനി റോഡ് ചെറുപുഴ. ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടിയ ബ്യൂട്ടീഷ്യൻ കോഴ്സ്, തയ്യൽ പരിശീലനം, ഹാൻഡ് വർക്ക്, ത്രെഡ് വർക്ക്, ബീഡ്സ് വർക്ക്, എംബ്രോയിഡറി വർക്ക്, ആരി വർക്ക് എന്നിവയിൽ പരിശീലനം നൽകുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. കൂടാതെ തയ്യൽ, ബ്യൂട്ടീഷ്യൻ വർക്കുകൾ, ബ്രൈഡൽ മേക്ക് ഓവർ തുടങ്ങിയവ മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കുന്നു. ബ്യൂട്ടീഷ്യൻ കോഴ്സിന്റെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മൈ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ ആൻഡ് ലേഡീസ് ടൈലറിംഗ് KCB ഓഫീസിന് സമീപം തിരുമേനി റോഡ് ചെറുപുഴ. ഫോൺ 6238604861 9496170832.